ഹായ് കൂട്ടുകാരെ, ലിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വായോ. ഇന്നത്തെ വീഡിയോയും നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പെറ്റൂണിയ ചെടികളെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ വാങ്ങുന്ന ചെടികൾ കുറച്ച് കഴിയുമ്പോൾ നീളം വെച്ച് മെലിയുകയും പൂക്കൾ കുറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതുപോലെ നീളം വെച്ച് പൂക്കളും കുറഞ്ഞ് ഇങ്ങനെ നിൽക്കും. ചെടികൾ നല്ല ഉരുണ്ട ആകൃതിയിൽ നല്ല ബുഷായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ബുഷായിട്ട് വളർത്താനുള്ള വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. നമ്മളെല്ലാവരും ചെടികളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിൽ മൊട്ട് വരുമ്പോൾ നമ്മൾ ആ പൂക്കൾ കാണാനുള്ള ഭംഗിക്ക് നമ്മൾ ആ മൊട്ടുകളെല്ലാം വിരിയാൻ അനുവദിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ചെടിയുടെ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. ആ മൊട്ടുകൾ ആദ്യമേ തന്നെ നുള്ളിക്കളയുക. നുള്ളിക്കളയുന്നതാണ് ആ ചെടിക്ക് ആരോഗ്യം ഉണ്ടാകാനുള്ള പ്രധാന ഒരു ടിപ്പ്. ഇവിടെ കണ്ട് ഇത് ഞാൻ ഒരു മണ്ട നുള്ളിക്കളഞ്ഞപ്പോൾ അതിന് വേറെ 2 എത്തുകളാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊറ്റ ഒരു സ്റ്റെമ്മാണ്. അതിൽ ഈ നുള്ളി കളഞ്ഞാണ് നമുക്ക് ഇത്രയും ബുഷിയാക്കി എടുക്കാൻ പറ്റിയത്. അതേപോലുള്ള ഒരു എത്താണിത്. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി അതിനെ നുള്ളിക്കളയാതെ അങ്ങനെ വെച്ചേക്കുമായിരുന്നു. അത് കണ്ടോ, നീളത്തിൽ പോയേക്കുക. അതിനകത്ത് ഈ പൂവും വന്ന് അങ്ങനെ നിൽക്കും. അതേസമയം ഇത് കണ്ടോ, ആ ഒരൊറ്റ ചെടിയിൽ തന്നെ വന്ന മാറ്റങ്ങളാണ് ഈ കാണുന്നത്. കണ്ടോ, ആ ചെടി നിൽക്കുന്ന ചട്ടി നോക്കിക്കേ, വളരെ ചെറിയ ചട്ടിയാണ്. അതിനകത്തിലാണ് ഇത്രയും നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ വാടി നിൽക്കുന്ന പൂക്കളൊക്കെ നമ്മൾ അതിൻ്റെ ചെവിടോടെ ചേർത്ത് നമ്മളതിനെ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ആ പൂവിനകത്തിൽ വിത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി ആ ചെടിയുടെ ഊർജ്ജം എല്ലാം അതിനകത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് വിത്തുകൾ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ നുള്ളിക്കളയുക. പിന്നെ അത്യാവശ്യമായിട്ടും വേണ്ടത് വെയിൽ. ഒരു 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന രീതിയിൽ പെറ്റൂണിയ ചെടി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ വെച്ചേക്കുന്നത് അടീന്യത്തിൻ്റെ ഇടയിൽ ഫുൾ ടൈം നല്ല വെയിൽ കിട്ടുന്നിടത്താണ് വെച്ചേക്കുന്നത്. ഇതുപോലെ ഇന്നൊരു ചെറിയൊരു ചെടിയായിരുന്നു. അതിനകത്തിൽ കണ്ട ഒറ്റ തണ്ടേ ഉള്ളൂ. അതിനകത്തിൽ എന്തുമാത്രം ബ്രാഞ്ചസാണ് വന്നേക്കുന്നത്. അതേപോലെ നമുക്ക് നല്ല ബുഷിയാക്കി എടുക്കുക. ഇതിപ്പോൾ വളർച്ചയായി തുടങ്ങിയ പ്ലാന്റ് ആയിരുന്നത്. ഇത് കണ്ടു, ഇത് അതുപോലെ തന്നെ വേറൊരു ചെടിയാണ്. ഇതും അതുപോലെ ചെറിയൊരു പോട്ടിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, നല്ല ബുഷാക്കി എടുക്കാൻ പറ്റും. നല്ല വെയിൽ വേണം. ഒരു 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന രീതിയിൽ വെച്ചാലും നല്ലതാണ്. എന്നും പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുവന്ന് വെയിലത്തോട്ട് വെക്കല്ലേ. ഞാൻ കുറേശ്ശെ ഇറക്കി വെയിലത്തിറക്കി അങ്ങനെ സെറ്റാക്കി എടുത്ത ചെടികളാണിതൊക്കെ. പെട്ടെന്നൊരു ദിവസം തണലത്ത് ഇരിക്കുന്ന ചെടികളെ പെട്ടെന്ന് നമ്മൾ ഡയറക്റ്റായിട്ടൊരു വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോവും, ഇലയെല്ലാം കരിഞ്ഞു പോവും. നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം. അതിന് ചാണകപ്പൊടി കൊടുത്താൽ മതി. ഞാനിവിടെ ചാണകപ്പൊടി മാത്രമാണ് കൊടുക്കുന്നത്. ശകലം ചാണകപ്പൊടി ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. ഒത്തിരി നമ്മൾ ഇടത്തില്ല. ഒത്തിരി ഇട്ടാൽ ചിലപ്പോൾ അത് പെറ്റൂണിയയ്ക്ക് കേടുവരാൻ സാധ്യതയുണ്ടാവും. പിന്നെ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമുക്ക് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കാം. കടലപ്പിണ്ണാക്കൊക്കെ പൊളിപ്പിച്ച് വളരെ ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എന്ത് വളങ്ങളാണേലും എന്തോ ആണേലും കൊടുക്കുമ്പോൾ നമ്മൾ പെറ്റൂണിയയ്ക്കൊക്കെ കൊടുക്കുമ്പം ഇച്ചിരി അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ ചെടികൾ ചീത്തയാകാതിരിക്കും. വളരെ നേർപ്പിച്ചാണ് വളങ്ങളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ വരുന്ന എത്തുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിലും നമുക്ക് കൂടുതൽ ബ്രാഞ്ചസും ഉണ്ടാകും. നമുക്ക് തൈകളും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം. ഇതും അതുപോലെ നമുക്ക് ബുഷിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് നമ്മൾ മണ്ട നുള്ളുക മാത്രമല്ല ചെയ്തേക്കുന്നത്. ഇതിന് ഞാൻ ഇടയ്ക്കൂന്ന് വലിയ ലീഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ലീഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. ആ ലീഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോഴും ബാക്കി അതിൻ്റെ തൊട്ട് പുറകിലുള്ള ലീഫിൻ്റെ ഇടയിൽ നിന്ന് പുതിയ ബ്രാഞ്ചസുകളൊക്കെ ഉണ്ടായി വരും. പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ കഴിവതും അതിൻ്റെ ഇലയിലും തണ്ടയിലും വീഴാതെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഫംഗസ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സഹായമാകും. പെറ്റൂണിയ ചെടിക്ക് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കല്ല. അതിൻ്റെ മണ്ണ് ഉണങ്ങിക്കഴിയുമ്പോൾ മാത്രമേ വെള്ളം കൊടുക്കാവുള്ളൂ. ഈ ചെടി കണ്ടോ, ഒരു ചെറിയൊരു ചെടിയായിരുന്നു. ഇതിനകത്തിലിപ്പോൾ എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. കുറേയൊക്കെ ഞാൻ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ബ്രാഞ്ചസുകളാണ് ഇതൊക്കെ. എത്ര എണ്ണം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുപോലെ നിറയെ ബ്രാഞ്ചസുകളാണ്. നമ്മൾ ചാണകപ്പൊടി കൊടുത്ത് നടുമ്പോൾ അതിന് നല്ല
ബുഷായിട്ട് വളരാനുള്ള ഒരു നല്ല പെട്ടെന്ന് വളരും അത്. നമ്മൾ ചാണകപ്പൊടി കൊടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കൊടുക്കുന്നത്. മറ്റുള്ള ചെടികൾക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്ന പോലെ നമുക്ക് പെറ്റൂണിയയ്ക്ക് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് കൊടുക്കുന്നത്. പെറ്റൂണിയ ചെടിക്ക് നമ്മൾ കൃത്യമായ പ്രൂണിങ്ങും കൃത്യമായ വളവും കൊടുത്താൽ ആ പെറ്റൂണിയ ചെടികളെ നമുക്ക് ഒരു പൂച്ചെണ്ട് പോലെ ആക്കിയെടുക്കാൻ പറ്റും. ഈ പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ഒറ്റ തണ്ടാണ്. അതിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ബ്രാഞ്ചസുകളൊക്കെ ഒന്ന് നോക്കിക്കേ, കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നോക്കി എന്തുമാത്രം ബ്രാഞ്ചസ് അതിനകത്ത് നിന്ന് ആ ഒരൊറ്റ തണ്ടേക്ക് നിന്ന് വന്നേക്കുന്നത് തന്നെ. അത് നല്ല വെയിലത്തുമാണ് ഇരിക്കുന്നത്. ആ വെയിലത്തൂടെ ഇരിക്കുന്നത് കൊണ്ട് ആ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.